നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 175ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പത്മശ്രീ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെക്കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ വല്യശാല ത്രിമൂർത്തി ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജാരിയായി ജോലി നോക്കുന്ന സമയത്താണ്, ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിൽക്കാലത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗാനരചയിതാവും നടനും ഒക്കെയായി മാറിയ അദ്ദേഹത്തെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് ഞാൻ ഖത്തറിലെ ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ്. അവിടെ വെച്ച് വീണ്ടും കാണുകയും സൗഹൃദം പുലർത്തുകയും പഴയ ഓർമ്മകളും പഴയ അനുഭവങ്ങളും പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ മനസ്സിനെ ഇന്നും മതിക്കുന്നു. ആ അനുഭവങ്ങളും അദ്ദേഹവും ഞാനും മൺമറഞ്ഞ നടൻ നെടുമുടി വേണുവുമായി തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയതും, ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ 3 പേരും കൂടിക്കാഴ്ച നടത്തുകയും ആ അനുഭവങ്ങളെല്ലാം ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ് നെടുമുടി വേണുവിൻ്റെ എപ്പിസോഡിൽ. അന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കലാസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരു നല്ലൊരു കവിയും ഗായകനും സംഗീത സംവിധായകനും ഒക്കെയായ ശ്രീ കൈതപ്പുറം എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഒടുവിൽ കാണുന്നത്. ഈ അടുത്ത കാലത്തൊന്നും